ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ ഗൈസ് ഇതാ നിങ്ങളുടെ ഒരുപാട് പ്രാർത്ഥനയും ഒക്കത്തിന് ശേഷം ശ്രീ ഇതാ കുറച്ച് കൂടുതൽ ഉഷാറായിട്ട് ഇവിടെ ഉഷാറായിട്ട് ഞാൻ നിൽക്കുന്നുണ്ട്. എനിക്കറിയാം ഞാൻ പെട്ടെന്ന് ഇവിടെ ഇങ്ങനെ എന്താ പറയാ നിൽക്കണമെങ്കിൽ എല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ടാണ് എന്നുള്ളത്. നമ്മള് വീഡിയോ ഇട്ട സമയത്ത് കുറെ പേര് ചോദിച്ചിട്ടാണ് നമ്മൾ വീഡിയോ ഇട്ടത് തന്നെ. വീഡിയോ ഇട്ട സമയത്ത് കുറെ പേര് അത്രയും പ്രാർത്ഥിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ശരിക്കും ആ പ്രാർത്ഥനേന്റെ ആ ഒരു ഇതുകൊണ്ടാട്ടോ ഇത്ര പെട്ടെന്ന് റിക്കവർ ആയത്. തന്നെ പെട്ടെന്ന് ഇങ്ങനെ റിക്കവർ ആവുന്ന രീതിയിലല്ലായിരുന്നു എന്നാണ്. പക്ഷെ എല്ലാവരും കുഞ്ഞു കുട്ടികൾ മുതൽ വലിയ ആൾക്കാർ വരെ ഞങ്ങൾക്ക് വോയിസ് മെസ്സേജ് വരെ കുഞ്ഞു കുട്ടികൾ അയച്ചിട്ടുണ്ട്. ഞങ്ങൾ ഓക്കെ ആണെങ്കിൽ ഓക്കെ ആയാലും ഒന്ന് മെസ്സേജ് അയക്കണേ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് മെസ്സേജ് വരും. ഇവൾ അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത്. കാര്യം ഓളെ ആ ഒരു അവസ്ഥ വെച്ചിട്ട് പെട്ടെന്ന് റിക്കവർ ആവുന്ന ഓക്കെ തന്നെ ഫീൽ ചെയ്യുന്നില്ല. എനിക്ക് ഞാൻ ആ കിടക്കുന്ന ഒരു അവസ്ഥ ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് എണീച്ച് എനിക്ക് ഈ ഒരു അവസ്ഥയിൽ നിൽക്കാൻ പറ്റും ഞാൻ സത്യം പറഞ്ഞാൽ വിചാരിച്ചിട്ടില്ല. 2 ദിവസമായി ഡിസ്ചാർജ് ആയി വന്നിട്ട്. ഡിസ്ചാർജ് ആയി വരുന്ന അന്നും കുറച്ച് ഡൗൺ തന്നെയായിരുന്നു. പിന്നെ നമ്മളിങ്ങനെ മെല്ലെ ആയിട്ട് ഫുഡൊക്കെ ഒന്ന് ഓക്കിപ്പോ കഴിക്കാൻ ഇഷ്ടമുണ്ട്. കുറച്ചൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ കഴിക്കാൻ ഇഷ്ടമുണ്ട്. അപ്പൊ അങ്ങനെ കഴിച്ചൊക്കെ ഇപ്പൊ റെഡി ആയി വരുന്നു. അങ്ങനെ നമ്മൾ ശ്രീ ചേച്ചിയുമായിട്ട് അതാ ഈ വീട്ടിന്റെ മുന്നിൽ നിൽക്കുകയാണ്. അതിനുശേഷം ഞങ്ങൾ ഈ വീടൊക്കെ ജസ്റ്റ് കാണിച്ചു തരാന്നുള്ള ഒരു ആഗ്രഹത്തിന്റെ പുറത്തായിരുന്നു. അത് അന്നേ നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശ്രീ വന്നതിന് ശേഷം നമുക്ക് ഇവിടെ ഒരു വൈബ് ഉണ്ടാവുള്ളൂ. അപ്പൊ ശ്രീ വന്നതിന് ശേഷം ഞങ്ങൾക്ക് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാൻ നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളുടെ പുതിയ വീട്ടിലെ വിശേഷങ്ങളായിട്ടാണ് ഗൈസ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. ഞങ്ങൾ ഈ വീട് മുഴുവൻ വന്ന് അപ്പം തന്നെ നല്ല സെറ്റാക്കി ഞങ്ങൾക്ക് പറ്റുന്ന രീതിയിലൊക്കെ ആക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്. പക്ഷെ വന്നു കയറി ആദ്യത്തെ ദിവസം തന്നെ ഞാൻ നേരെ ഹോസ്പിറ്റലിലേക്ക് പോയി. പിന്നെ കളിയാക്കിണ്ടായിരുന്നു. ഇവിടെ വന്ന സമയത്ത് എന്തൊക്കെയോ ചെയ്യണം എന്നുള്ള ഒരു ഇതിലായിരുന്നു ശ്രീ വന്നത്. പക്ഷെ വന്നപ്പോ വെട്ടിയിട്ട ശ്രീ പിന്നെ എണീറ്റിട്ടില്ല. പിന്നെ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങള് കുറച്ച് എന്താ പറയാ കട്ടിലൊക്കെ ജസ്റ്റ് പോയി ഓർഡർ കൊടുത്ത് അതൊക്കെ റെഡി അങ്ങനെ വളരെ ബേസിക് ആയിട്ടുള്ള സാധനങ്ങൾ ഞങ്ങൾ ഈ വീട്ടിൽ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഭയങ്കര ഫാൻസി ആയിട്ട് എന്താ ഞങ്ങളെ റൂം പോലെ അങ്ങനെയൊന്നും അല്ല നമ്മൾ ഇവിടെ സെറ്റ് ചെയ്തത്. വളരെ ബേസിക് ആയിട്ട് ഫാൻസി ഗ്രാജുവലി നമ്മൾ ആക്കിയെടുക്കും. അപ്പൊ അതിനുള്ളൊരു ബേസിക് ആയിട്ടുള്ള രീതിയിൽ നമ്മളിപ്പോ സെറ്റ് ചെയ്തിട്ടുണ്ട്. ലൈറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റി. ഇവിടെ ഒരു ഡിം ലൈറ്റ് ഒക്കെ ആണ്. അതൊക്കെ ഞങ്ങൾ മൊത്തം ഒരു നമ്മൾ നിൽക്കുന്ന ലെവലിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് വീട് കണ്ടാലോ? അതെ, വീട് കാണാം. പുതിയ വീട് എന്ന് പറഞ്ഞാല് സ്വന്തം വീടല്ല കേട്ടോ ഗൈസ്. നമ്മളിപ്പോ തൽക്കാലത്തിന് റെന്റിന് നിൽക്കുകയാണ്. കാരണം നമ്മൾ ഇടയ്ക്ക് ഇവിടെ വരുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ റൂംസിൽ എപ്പോഴും നിൽക്കാൻ പറ്റൂലല്ലോ. അപ്പൊ തൽക്കാലത്തിന് നമ്മളെടുത്ത റെന്റിനുള്ള വീടാണ് ഗൈസ്. അത് നമ്മൾ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഇത് നമുക്കിപ്പോ ഒരു സെക്കൻഡ് ഹോം പോലെയാണ്. കാര്യം നമ്മളെ റെസ്റ്റോറന്റിന്റെ കാര്യങ്ങളൊക്കെ നോക്കാനും ഒക്കത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഇടയ്ക്ക് മണ്ണാർക്കാട് വരേണ്ട ആവശ്യം ഉണ്ടാവലുണ്ട്. അപ്പൊ നമുക്ക് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ പുതിയ വീടാണിത്. അപ്പൊ ശ്രീ എന്നെ ആദ്യം കാണിച്ചു തുടങ്ങിയിട്ടെ. ഇത് സംഭവം ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു വലിയ കൊലായാണ് ഗൈസ്. സത്യം പറഞ്ഞാല് ഞങ്ങൾ കൂടുതൽ സമയവും ഉണ്ടാവുക ഈ ഒരു പരിസരം നമ്മളെല്ലാരും കൂടെ ഉണ്ടാവുന്ന സമയത്ത് എല്ലാവരും ഉണ്ടാവും ഇവിടെ. കാരണം ഇത് വലിയ കൊലായാണ്. എല്ലാവർക്കും സമാധാനമായിട്ട് ഇപ്പൊ ഫോൺ തൊട്ടിരിക്കാനാണെങ്കിലും ഇനിയിപ്പോ അങ്ങനെ കഥ പറഞ്ഞിരിക്കാനാണെങ്കിലും പറ്റിയൊരു സ്ഥലമാണ്. ഞാനും അഞ്ചി മാത്രം ശ്രീ ഹോസ്പിറ്റലിലായ സമയത്ത് ഞാനും അഞ്ചി മാത്രമായ ഒരു സമയം ഉണ്ടായിരുന്നല്ലോ. ആ സമയത്ത് ഞങ്ങൾ അഞ്ചി അവിടെ ഇരിക്കും, ഞാനിവിടെ ഇരിക്കും. ഇവിടെ നിന്നാണ് ഞങ്ങൾ ഫുഡ് കഴിക്കുന്നത്, കഥ പറയുന്നത്, റീൽസ് കാണുന്നത്, കണ്ടന്റിന്റെ കാര്യങ്ങൾ സംസാരിക്കുന്നത്, റെസ്റ്റോറന്റ് കാര്യങ്ങൾ സംസാരിക്കുന്നത് എല്ലാം ഈ ഒരു സ്ഥലത്ത് വെച്ചിട്ടായിരുന്നു. പിന്നെ ഇത് ഈ വീട് നമുക്ക് ഒരുവിധം ഓക്കെ ആയ സമയത്ത് നമ്മൾ വിചാരിച്ച് ഈ വീഡിയോസ് എടുക്കുന്ന സമയത്ത് നമ്മൾ കഥ പറഞ്ഞിരിക്കുന്നൊക്കെ എടുക്കുമല്ലോ. അന്ന് നമ്മള് കഥ പറഞ്ഞൊക്കെ എടുത്തില്ലേ, അങ്ങനത്തെ വീഡിയോസ് ഒക്കെ ഇവിടെ ഇന്ന് എടുക്കുന്ന സമയത്ത് നല്ല ശരിക്കും നല്ലൊരു വൈബുള്ള ഒരു സ്ഥലം കേട്ടോ. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത, ഈ വീടിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാല് പകൽ സമയത്ത് അകത്ത് തണുപ്പും പുറത്ത് ചൂടും, രാത്രി സമയത്ത് അകത്ത് ചൂടും പുറത്ത് തണുപ്പും കാലാവസ്ഥയാണ്. അപ്പൊ ഞങ്ങളുടെ ഫേവറേറ്റ് പ്ലേസ് ആണ് ഈ ഒരു കൊലായി എന്ന് പറയും. കൊലായി എന്നാണോ നമ്മൾ പറയാൻ എനിക്കറിയില്ല. സിറ്റ് ഔട്ട് എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു ഫേവറേറ്റ് പ്ലേസ് ആണ്. ഇവിടെ മൊത്തം മരം കൊണ്ട് എന്തൊക്കെയോ കാര്യമായിട്ടുള്ള പണികളാണ്. ഇനി നമ്മൾ അകത്തോട്ട് കയറുന്ന സമയത്ത് ഈ വലിയ വാതിൽ ആദ്യം തന്നെ മമ്മി ഇരിക്കുന്നു. ഇതാണ് നമ്മുടെ ഒരു ലിവിംഗ് സ്പേസ് എന്ന് പറയുന്നത്. ഇത് കൂടാതെ വേറെ ഒന്നും കൂടി ഉണ്ട് കേട്ടോ. ഇവിടെ നമ്മളിപ്പം ഒരു ഡൈനിങ് സ്പേസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിവിടെ വന്നതിന് ശേഷം നമ്മള് ഓർഡർ കൊടുത്തിട്ട് പോയി വാങ്ങിയിട്ടുള്ള സാധനമാണ്. ഇവിടെ നല്ല എക്കോ ഉണ്ടാവും. കാരണം ഇത്രയും സ്പേസ് ഉള്ളതുകൊണ്ട് തന്നെ സാധനങ്ങൾ വളരെ കുറവുള്ളൂ. അപ്പൊ എക്കോ കുറച്ച് ഉണ്ടാവും ഗൈസ്. ആകെ കൂടി ഇത്രയും വലിയ ഈ ഒരു ഹാളില് ഈ ഒരു ഒറ്റ ടേബിൾ മാത്രമേ ഉള്ളൂ. അതെ, ഇവിടുന്ന് അങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ ഒരു ആർച്ചിന്റെ അപ്പുറത്ത് 2 സൈഡായിട്ട് 2 സ്ഥലങ്ങളുണ്ട്. ഇവിടെ ആണ് ശ്രീന്റെ റൂം. അത് നിങ്ങൾക്ക് ഇങ്ങോട്ട് വരുമ്പോ തന്നെ ആരെ റൂമാന്ന് കാണാം. അതെ, ഇവിടെ ഞങ്ങൾ ജസ്റ്റ് ഓളൊന്ന് തല പൊന്തിയപ്പോഴേക്ക് മഞ്ഞ പുതപ്പും പിങ്ക് തലയുടെ വെള്ള വിരിയൊക്കെ ആയിട്ടുണ്ട്. ഇതാണ് ശ്രീന്റെ റൂം.
ഓക്കെ ഈ റൂമാണ് കുറച്ചും കൂടെ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞത്. പിന്നെ നല്ല കംഫർട്ടബിൾ ആയിട്ട്. പിന്നെ പറഞ്ഞാല് എനിക്ക് വയ്യാത്ത സമയത്തും സ്റ്റെപ്പ് കയറുക എന്നുള്ളതൊന്നും എനിക്ക് പോസിബിൾ അല്ലായിരുന്നു. അപ്പത്തെ തല ചുറ്റുന്നൊക്കെയുള്ള അവസ്ഥയായിരുന്നു. അപ്പൊ നേരെ കയറാനും ഈ റൂമിൽ ആയിരുന്നു സൗകര്യം. പിന്നെ ഒരുപാട് തണുപ്പ് കാറ്റൊന്നും വേണം. അപ്പൊ ഇവിടുത്തെ ഫാനിനെ കുറിച്ച് കാറ്റ് കുറവാണ്. പറഞ്ഞ് ഈ റൂമിൽ നമുക്ക് മതി എന്നുള്ളത്. ഇവിടെ ആകെ ഇതേ ഉള്ളൂ, ഈ കാണുന്നതേ ഉള്ളൂ. ഈ കട്ടില് വെള്ള തന്നെ ആക്കിയിട്ട് ചെയ്യിപ്പിച്ചതാണ്. അത് എനിക്കും ഷാമിക്കും അങ്ങനെ വൈറ്റ് എന്നുള്ള രീതിയിൽ ചെയ്യിപ്പിച്ചാണ്. അഞ്ചിക്ക് വൈറ്റ് അത്രക്ക് ഇഷ്ടമില്ലാത്തോണ്ടല്ല, അന്നത്തെ സമയത്ത് നമുക്ക് ഒരു കട്ടിലെങ്കിലും വേണമായിരുന്നു. അപ്പൊ പെട്ടെന്ന് കിട്ടുക എന്താ ഞാൻ എന്റെ റൂമിലേക്ക് സെറ്റ് ചെയ്തിട്ടുള്ള കട്ടിലാണ്. അപ്പൊ അതുകൊണ്ട് ആ കട്ടിൽ ഓക്കെ ആയി. പിന്നെ ഈ കട്ടിൽ എന്ന് പറയുന്നത് ഒരാഴ്ച ഒരു 10 ദിവസത്തിന്റെ ഉള്ളിൽ പണിയിച്ചു വന്ന വൈറ്റ് ബോർഡിൽ ചെയ്യുന്ന ആയതുകൊണ്ട് നമുക്ക് ആദ്യമേ ഓർഡർ കൊടുത്ത് ചെയ്യിപ്പിക്കാനേ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഒരാഴ്ച എടുത്തിട്ടാണ് ഈ സാധനം വന്നത്. അപ്പൊ ഞങ്ങൾ വൈറ്റ് കട്ടിൽ തന്നെയാക്കി. ഞാനും ശ്രീയും സെയിം കട്ടിലാണ് കേട്ടോ വാങ്ങിച്ചത്. പിന്നെന്താ ഈ സൈഡിൽ ഇതും ഒക്കെ നേരെ ആക്കുന്നുണ്ട്. ഇത് വന്ന സമയത്ത് തന്നെ ഇത് ഇങ്ങനെ ഒരു പൊളിഞ്ഞ ഒരു അവസ്ഥയിലാണ് ഉള്ളത്. അപ്പൊ ഇതൊക്കെ റെഡിയാക്കി എടുക്കാനുണ്ട്. അതിന്റെ വഴി ഞങ്ങളുടെ തലയിലുണ്ട്. അത് വൈകാതെ നമുക്ക് ചെയ്തിട്ട് ഞങ്ങൾ കാണിച്ചു തരും. പിന്നെ അങ്ങോട്ട് കൂടി നോക്കുന്ന സമയത്ത് ശ്രീന മരുന്നുകൾ 4 ഭാഗത്തേക്ക്, ഇവിടെ മരുന്നുകളുണ്ട്, അവിടെ കുറച്ച് മരുന്നുകളുണ്ട്. പിന്നെ ഒരു ബാത്റൂം ഉണ്ട്. അപ്പൊ ഈ റൂമിൽ ഇത്രയേ ഉള്ളൂ. ഹോളിന്റെ നേരെ ഓപ്പോസിറ്റ് ഇവിടെ ഒരു ആർച്ച് ഉണ്ട്. ഈ ആർച്ചിന്റെ ഇവിടെ എന്ന് പറയുന്നത് ഒരു കുഞ്ഞു റൂമാണ് കേട്ടോ. അത് നമ്മുടെ സ്റ്റോറേജ് സ്പേസ് ആയിട്ട് അവിടെ വെച്ചാൽ കുറെ അല്ലറ ചില്ലറ സാധനങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് പിന്നെ ഈ സൈഡിലേക്ക് വരികയാണെങ്കിൽ ഇതൊരു എന്താ പറയാ, ഈ സോഫയൊക്കെ ഇട്ടിരിക്കാൻ പറ്റുന്ന ഒരു ലിവിംഗ് റൂം ഇല്ലേ, അതേപോലത്തെ ഒരു റൂമാണ് ഇവിടെ. വേണമെങ്കിൽ നമുക്ക് ബീൻ ബാഗ് ഒക്കെ ഇട്ടിട്ട് ഒരു PS5 ഒക്കെ സെറ്റ് ചെയ്തിട്ട് ഗെയിം കളിക്കാം. അതെ, ഗ്രാജുവലി നമുക്ക് ഇങ്ങനെ വേണേ മാറ്റിയെടുക്കാം. അല്ല, ഭാവിയിൽ നമുക്ക് ഇവിടെ ഒരു സോഫയൊക്കെ സെറ്റ് ചെയ്ത് ആ ഒരു രീതിയിൽ വേണമെങ്കിൽ ഒരു അതെ, സോഫയൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കിയിരുന്നു. പക്ഷെ അപ്പത്തെ സാഹചര്യം ഓക്കെ അല്ലാത്തതുകൊണ്ട് പിന്നെ ഞങ്ങൾ വിട്ടതാണ്. പിന്നെ നമുക്ക് ഗ്രാജുവലി റെഡി ആക്കാന്ന് വിചാരിച്ചിട്ട്. അപ്പൊ ഈ റൂമിൽ ഇപ്പൊ തൽക്കാലത്തിനൊന്നുമില്ല, കുറെ ഇവരുടെ ഷൂകൾ മാത്രം ഇപ്പൊ ഇവിടെ ഉള്ളൂ. ഇനി ഗൈസ് നമുക്ക് കിച്ചൺ കാണാം. ഈ കിച്ചണിന്റെ ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഒന്നും കാണാൻ പറ്റില്ല. ഇവിടെ ഞങ്ങൾ ഒന്നും ഇട്ടിട്ടില്ല ഗൈസ്. അതുകൊണ്ട് നമുക്ക് ഇങ്ങോട്ട് വരാം. ഇവിടെയാണ് നമ്മുടെ മെയിൻ കിച്ചൺ എന്ന് പറയുന്നത്. അതെ, ഇവിടെയാണ് പൊതുവെ ഡൈനിങ് ഏരിയ എന്ന് തോന്നുന്നത്. ഇത് ഒരു വർക്ക് ഏരിയ പ്ലസ് കിച്ചൺ ഏരിയ ആണ്. ഇതാണ് നമ്മുടെ കിച്ചൺ. ആകെ പ്രോപ്പർ ആയിട്ട് ലൈവായിട്ട് നടക്കുന്ന ഒരേ ഒരു സ്ഥലം ഇതാണ്. ഇതെന്ന് പറഞ്ഞാല് ഞങ്ങള് വേണ്ട രീതിയിൽ സെറ്റ് ചെയ്തിട്ടൊന്നുമില്ല. അപ്പൊ വന്ന പാടെ തന്നെ ഈ ഹോസ്പിറ്റൽ കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാനുള്ള സമയമൊന്നും കിട്ടിയില്ലല്ലോ. ഞങ്ങളുടെ നീല ഈ കബോർഡ്സ് ഒക്കെ നേരെ വൈറ്റ് ആക്കിയിട്ട് വാൾപേപ്പർ ഒക്കെ ചെയ്യണം. ആ ഒരു രീതിയിലൊക്കെ നമ്മൾ നല്ല ഭംഗിയാക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നു. പിന്നെ ഞങ്ങൾ പറഞ്ഞല്ലോ വന്ന സമയത്ത് തന്നെ ചെറിയ ആകെ ഡൗണായി. അതുകൊണ്ട് അതിനൊന്നും ഞങ്ങൾക്ക് പറ്റിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ബേസിക് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇതാ അവിടെ അങ്ങനെ വാങ്ങി വെച്ച്, കുറച്ച് പാത്രങ്ങളൊക്കെ ഞങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു. അത് വെച്ചിട്ട് ഇവിടെ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ഫസ്റ്റ് ഈ ഒരു സാധനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് വെച്ചിട്ടാണ് ഫുള്ള് ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊടുത്തയച്ചതൊക്കെ. പിന്നെ ഇവിടെ ഗ്യാസ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത്. അപ്പൊ ഈ കിച്ചൺ എന്ന് പറയുന്നത് ഇത്ര തന്നെയുള്ളൂ. ഇത് നീളത്തിൽ ഇവിടെ മുതൽ അവിടെ വരെ നീളത്തിൽ കിടക്കുന്ന ഒരൊറ്റ കിച്ചൺ. ആ ബാങ്കിൽ കാണുന്നതൊക്കെ ശ്രീന് ഫുഡ് കഴിപ്പിക്കാൻ വേണ്ടി നിരത്തി വെച്ചിരിക്കുന്ന സാധനങ്ങളാണ്. നേരമാകുമ്പോ ഏതാ ജ്യൂസ് വേണ്ടത് ചോദിക്കും. 2 മണിക്കൂറോ 1 മണിക്കൂറോ കൂടുമ്പോ ഓരോ ജ്യൂസ് അടിച്ചിട്ട് ഇങ്ങനെ കൊണ്ടുതരും. ചോദിക്കലൊക്കെ ചിലപ്പോഴേ ഉള്ളൂ. പിന്നെ ഓരോ ഇത് ഏതാന്ന് നോക്കുമ്പോ ഇപ്പൊ കുടിക്കുന്ന അറിയും. ടേസ്റ്റ് ചെയ്തിട്ട് ഞാൻ കണ്ടുപിടിക്കണം അതേതാ ജ്യൂസ്. ഇവിടുന്ന് നമുക്ക് പുറത്തോട്ട് കുറച്ച് സ്പേസ് ഉണ്ട്. അവിടെ ഷീറ്റ് ഒക്കെ ഇട്ടിട്ട് നമുക്ക് ആറിടാനൊക്കെ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സ്പേസ് ആണ്. ഇനി ഗൈസ് നമുക്ക് മേലെ പോവാം. മേലെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തോ. ഇതാണ് ഗൈസ് മോളത്തെ ഹോള്. ഈ ഹോളിൽ നമ്മൾ ഒന്നും ഇട്ടിട്ടില്ല, പക്ഷെ നല്ല വിശാലമായ ഹോളാണ്. അതെ, സലുവിന്റെ വീട്ടിൽ ഒരു ദീവാൻ ഉണ്ട്. അത് കൊണ്ടുവരാം. വീട്ടിലൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള കുറച്ച് സാധനങ്ങൾ ഞങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. അതെ, ദൂരം കൂടുതലായതുകൊണ്ട് അവിടെ തന്നെ ഇട്ടു. ഇതൊക്കെ നമുക്ക് നല്ല അടിപൊളി ചാലഞ്ചസ് ഒക്കെ ചെയ്യാൻ പറ്റിയ സ്പേസ് ആണ്. നല്ല ഹൈഡ് ആൻഡ് സീക്ക് അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഇനി നമുക്ക് ഓരോരോ റൂമുകൾ കാണാം ഗൈസ്. ഇവിടെ നമ്മൾ ഓരോരുത്തർക്ക് ഓരോ റൂം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അതൊന്നും ഇതുവരെ നടന്നിട്ടില്ല. അതെ, സാധനങ്ങളൊക്കെ നമ്മള് ഓരോ സ്ഥലത്തേ ഉള്ളൂ. അല്ലാതെ നമ്മള് കിടക്കുക പറയുന്നത് നമ്മൾ ഒന്നിച്ച് കിടക്കലാണ്. ബെഡ് വലിച്ചോണ്ട് എല്ലാം കൂടെ ഈ റൂമിലേക്ക്. അതെ, നല്ല വിറ്റ ആ ബെഡൊക്കെ ഇങ്ങനെ വരുന്നതാണ്. അതെ, ബാഹുബലി പോലെ അതേപോലെ എല്ലാരും കൂടെ ഒരു റൂമിൽ ബെഡ് ഇട്ടിട്ടാണ് ഞങ്ങൾ കിടന്നുറങ്ങല്. മോസ്റ്റ്ലി ഈ റൂമാണ് ചൂസ് ചെയ്യാറ്. കാരണം കുറച്ച് വലിയ റൂമാണ്. അതെ, ഇതാണ് 5ന്റെ റൂം എന്നൊക്കെ പറയുന്നത്, പക്ഷെ ഇതുവരെ അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല. സാധനങ്ങളൊക്കെ ഇവിടെ അടുക്കി പെറുക്കി വെച്ചിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. അല്ലാത്ത വേറെ സംഭവങ്ങളൊന്നും ഇല്ല. ഇതാണ് നമ്മൾ പറഞ്ഞ അടുത്ത കട്ടില്. ഇത് ഒരു ബ്രൗൺ
ഷെയ്ഡുള്ള കട്ടിലാട്ടോ. ഇതാണ് ഇതേപോലെ first നമ്മള് വാങ്ങിയ കട്ടില്. അതെ, അന്നത്തെ സമയത്ത് നമുക്കൊരു കട്ടിലിന്റെ അത്യാവശ്യം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് പിന്നെ ഭയങ്കരമായിട്ട് സ്ത്രീക്ക് വയ്യാണ്ടൊക്കെ ആയി. പിന്നെ നമുക്ക് കട്ടിലും വേണ്ട കിടക്കുകയും വേണ്ട എന്നുള്ളൊരു അവസ്ഥയായി. പക്ഷെ അന്ന് വാങ്ങിയതാണിത്. അപ്പൊ ഇത് ഇങ്ങനത്തെ ഒരു കട്ടിലാണ്. പിന്നെ ഇനി കുറച്ച് പെട്ടി സാധനങ്ങൾ, പിന്നെ ഇനി നമുക്ക് കേർട്ടൻസും കാര്യങ്ങളൊക്കെ വെക്കാനുണ്ട്. അതിന് ഓർഡർ കൊടുത്തിട്ടുള്ളൂ, അത് വരുന്നേ ഉള്ളൂ. ഇത് ഇവിടെ വാർഡ്രോബ് എന്ന് പറഞ്ഞാല് നമുക്കായിട്ട് മേടിച്ച് കൊണ്ട് വരാനുള്ള ഓപ്ഷൻ ഇല്ല. ഓപ്പൺ ആയിട്ടുള്ള അങ്ങനത്തെ കുറച്ച് റാക്സ് ആണുള്ളത്. അപ്പൊ അതിനിപ്പോ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാന്നൊക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതെ, അത് അങ്ങനെ തുറന്നു കിടക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ എന്ത് സാധനം വെച്ചാലും ഒരു വൃത്തി കിട്ടുന്നില്ല. അത് ക്ലോസ്ഡ് ആയിട്ടാണെങ്കിൽ ഒരു രസം ഉണ്ടായിരുന്നു, പക്ഷെ ക്ലോസ്ഡ് അല്ല ഗൈസ്. അങ്ങനെ ഒരു പ്രശ്നം, അതിനെന്തെങ്കിലും സൊല്യൂഷൻ ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. അപ്പൊ അത് ഭാവിയിൽ നമുക്ക് ചെയ്തിട്ട് റൂമൊക്കെ നല്ല ഫാൻസി ആക്കാം. അപ്പൊ അതാണ് ഈ റൂം. പിന്നെ നമ്മളെ ഓരോരുത്തരുടെയും റൂം എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ ഫുള്ളി ഈ റൂം നല്ല സെറ്റ് ആക്കി റൂം മേക്ക് ഓവർ വീഡിയോസ് ഒക്കെ വരുന്നതായിരിക്കും. ഇനി നമുക്ക് അടുത്ത റൂം കാണാം. ഇനി ഇന്റെ റൂമിലേക്ക് പോവാം ഗൈസ്. അപ്പൊ ഇതാണ് ഗൈസ് ഇന്റെ റൂം. ഇന്റെ റൂമിൽ സ്ട്രീറ്റ് അവിടെ കണ്ട സെയിം കട്ടിൽ തന്നെയാണ്. ഈ ഭാഗം വൈറ്റും ആ ഭാഗം വൈറ്റും ആയിട്ടുള്ള വൈറ്റ് ബെഡാണ് ഗൈസ് ഇവിടെ സെറ്റ് ആക്കിയിട്ടുള്ളത്. പക്ഷെ വെള്ള വിരിപ്പും അതൊന്നും എന്റെ കയ്യിൽ ഇപ്പൊ തൽക്കാലത്തിനില്ല. അന്നപ്പോ തന്നെ ഈ റൂം ഇഷ്ടമായി എന്ന് പറഞ്ഞിട്ടാണ് ഓൾ ഈ റൂം എന്ന് പറഞ്ഞത്. ഇത് നമുക്ക് സാധനങ്ങളൊക്കെ വരും. സാധനങ്ങളൊക്കെ വന്നിട്ട് ഇവിടെ ഫുൾ സെറ്റ് ആക്കി നല്ല കിഡിലെ മേക്ക് ഓവർ കൊടുക്കണം. ഓളെ റൂമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന റൂം എന്നാണ് ഓൾ ഈ റൂം. അതെ അതെ, എന്റെ റൂമിന്റെ ആ ഒരു സ്ട്രക്ചർ അവിടെ ഒരു ജനലുണ്ട്, ഇവിടെ ഒരു ജനലുണ്ട്. അതേപോലെ തന്നെ ബാത്റൂം അങ്ങോട്ടായിരുന്നു, അതേപോലെ തന്നെ അവിടെ ഇവിടെ ഒരു ബാത്റൂം ഉണ്ട്. എനിക്ക് എന്താന്ന് വെച്ചാല് ഇവിടെ കുറച്ച് പ്ലാൻസ് ഒക്കെ ഉണ്ട്. ഞാൻ ഓൾറെഡി സാധനങ്ങൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ആകെ നമ്മൾ ചെയ്യുന്ന പരിപാടി ഇത് ഇങ്ങനെ ഫോണിൽ ഇങ്ങനെ നോക്കും, ഓരോന്ന് കാർട്ടിലിട്ട് വെക്കും, അത്ര പൈസയാണ്. എന്നാ പിന്നെ അടുത്ത നോക്കാൻ ഇതാണ് നമ്മളെ പരിപാടി. ഇനിയിപ്പോ ഇവിടേക്ക് ടേബിൾ വരാണ്ട് ഇന്ന ടേബിൾ അവിടെ ഇട്ടുന്നുണ്ട്. ഇവിടെ ഒരു ടേബിൾ വരും, പിന്നെ അവിടെ ഒരു ബെഡ് സൈഡ് ടേബിൾ അപ്പൊ അവിടെ ടേബിൾ പറഞ്ഞ പോലെ അവിടെ ബെഡ് സൈഡ് ടേബിൾ അങ്ങനെയൊക്കെ ആക്കിയിട്ട് നമുക്ക് നല്ല ഭംഗിയാക്കാൻ പറ്റുന്ന കുറച്ച് വലിയ ബാത്റൂമാണ് ഗൈസ്. അതായത് ഒരു റൂമിൽ എത്ര വലിപ്പമുണ്ട് ബാത്റൂം ഇത് നോക്കിക്കേ, ഉണ്ടോ? ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഓടാൻ സ്ഥലമുണ്ട്. ബാത്റൂമിലെ ബൾബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് പെട്ടെന്ന് രാവിലെ എന്നുള്ള ഒരു ഫീൽ കിട്ടുന്ന ഒരു അതുകൊണ്ട് ഈ ബാത്റൂം ഇഷ്ടമല്ല. ലൈറ്റ് ഓഫ് ചെയ്യുക, ലൈറ്റ് ഇട്ട് വിളിക്കില്ല, കാര്യം ഇങ്ങനെ ഉദിച്ച പോലത്തെ ഒരു ഫീലിംഗ്. പിന്നെ അവനായിട്ട് പറയും ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഓടി എത്തുമ്പോഴേക്ക് ഒരുപാട് സമയം എന്നെ കൊണ്ട് നടക്കില്ല. അതുകൊണ്ട് ആ ബാത്റൂം കൂടുതൽ ഇഷ്ടം. അതെ, അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു സാധനം. പിന്നെ ബാൽക്കണി ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പകലിരിക്കുന്നതിനെക്കാട്ടി നല്ലത് രാത്രി ഇരിക്കുന്നതാണ്. കാരണം എന്താന്ന് വെച്ചാല് ഇവിടുത്തെ ഒരു സാധനം കാണിച്ചട്ടെ. ഇത് കണ്ടോ ഗൈസ്, ഇവിടുന്ന് അങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ നല്ല കിടിലം വ്യൂ ആണ്. ആ വ്യൂ കാണാൻ കുറച്ച് മരൊക്കെ വെട്ടണം എന്ന് അവരോട് പറയുന്നത് നല്ല കറക്റ്റ് കാണാൻ പറ്റും. ഇത് ശരിക്കും ഇങ്ങനെ മലനിരകൾ മകുടം ചേർത്ത് ഈ സൈഡിലും ഉണ്ട്. ഇവിടെ നല്ല രസമാണ്. രാത്രി നല്ല തണുപ്പാട്ടോ ഇവിടെ ഇരിക്കാൻ. പിന്നെ നമ്മളിവിടെ രാത്രി ഇരിക്കാൻ വേണ്ടി നല്ല ലൈറ്റ് ഒക്കെ വന്ന സമയത്തിന് ആ കുഞ്ഞു വാം ലൈറ്റ് ഇവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇതൊക്കെ നമ്മളിവിടെ രാത്രി ഇരുന്ന് കഥ പറഞ്ഞ് ചായ കുടിക്കാൻ വേണ്ടി ചെയ്തതായിരുന്നു. അപ്പോഴാണ് ഒരാൾ ഹോസ്പിറ്റലിലേക്ക്. ഇനി നമുക്ക് സമയമുണ്ട്. അതെ, ഇനി സമയമുണ്ട്. അപ്പൊ ഇത് ഞങ്ങളൊരു ഫേവറേറ്റ് സ്പോട്ടാണ് ഗൈസ്. ഇവിടെ ഇരുന്ന് കഥ പറയാനും ചായ കുടിക്കാനൊക്കെ നല്ല രസമാണ്. അപ്പൊ ഇവിടെ നിന്നായാലും നമ്മൾ വീഡിയോസ് ഒക്കെ വരും കേട്ടോ. നമുക്ക് നല്ല അടിപൊളി വീഡിയോസ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു വീടാണിത്. അപ്പൊ ഞങ്ങൾക്ക് കുറച്ച് പ്ലാൻസ് ഒക്കെ ഉണ്ട്, അത് വഴിയെ വരുന്നതായിരിക്കും. ശ്രീന്റെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പം ഒരു 3-4 ദിവസത്തിന്റെ ഉള്ളിൽ ഇവിടെ തന്നെ ഓൾറെഡി കാണിച്ച ഹോസ്പിറ്റലിൽ പോയിട്ട് ഒന്ന് ചെക്കപ്പ് ഒക്കെ ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് അപ്പോഴും നമുക്ക് ഡോക്ടറോട് ചോദിക്കണം എത്രത്തോളം ട്രാവലിംഗ് ഒക്കെ ഓക്കെയാണ്. ഇപ്പൊ ഡോക്ടർ പറഞ്ഞത് ട്രാവൽ ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ തന്നെ നിൽക്കുന്നത്. അപ്പൊ എന്റെ ചെക്കപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കോഴിക്കോടേക്ക് പോകും. പിന്നെ അവിടുത്തെ നോർമൽ വീഡിയോസ് ഒക്കെ വരും. പക്ഷെ ഇവിടെയാണെങ്കിലും ഇവിടെ നിന്നും നമ്മൾ അടിപൊളി ചാലഞ്ചസ് ഞങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെന്തായാലും ഇവിടെ നിന്നും വരുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങളെ ഈ പുതിയ വീടിന്റെ വിശേഷങ്ങള്. ഞങ്ങൾ ഒന്ന് സെറ്റ് ആയിട്ടൊക്കെ വരുന്നേ ഉള്ളൂ. സെറ്റ് ആയി കഴിഞ്ഞിട്ട് നമ്മള് ഈ പറഞ്ഞ പോലെ തന്നെ നല്ല കിടില റൂം ടൂറും എല്ലാ കാര്യങ്ങളായിട്ട് നമ്മൾ വീണ്ടും ഈ വീടിന്റെ ഒരു അപ്ഡേറ്റ് തരുന്നതായിരിക്കും ഗൈസ്. പിന്നെ ഗൈസ് എനിക്ക് സ്പെഷ്യൽ ആയിട്ട് നിങ്ങളുടെ അടുത്തൊരു താങ്ക്സ് പറയാനുണ്ട്. കാരണം ഒരുപാട് മെസ്സേജസ് എനിക്ക് ഓപ്പൺ ചെയ്ത് റിപ്ലൈ കൊടുക്കാൻ പറ്റാത്ത അത്രയും മെസ്സേജും ഒരുപാട് കമന്റ്സും ആയിട്ട് നിങ്ങളെ പ്രാർത്ഥന എല്ലാം ഉണ്ട് എന്നുള്ള ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അപ്പൊ അത്രയും പ്രാർത്ഥനകൾക്ക് എല്ലാത്തിനും ഒരുപാട് താങ്ക്സ്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പെട്ടെന്ന് റിക്കവർ ആവുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും ഒരുപാട് സ്നേഹവും നന്ദിയുണ്ട്. അപ്പൊ ഗൈസ് ഇതാണ് ഞങ്ങളെ പുതിയ വീട്ടിലെ വിശേഷങ്ങൾ. ഇനി നല്ല അടിപൊളി വീഡിയോസ് ആയിട്ട് ഞങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും ഗൈസ്. ടാറ്റാ.